മലയോര മേഖലയെ വീണ്ടും ഭീതിയിലാഴ്ത്തി വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് ഇന്ന് ഉച്ചയോടെ വൻതോതിൽ മണ്ണും പാറയും ഇടിഞ്ഞു വീണത്. അപകടത്തിൽ നിരവധി ആളുകളും വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്ന് സ്ഥലത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റ 5 പേരെ മണ്ണിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഇനിയും ആളുകൾ മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. മേപ്പാടി മേഖലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുന്ന അതീവ മഴയാണ് ഈ വൻ ദുരന്തത്തിന് കാരണമായത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം മേപ്പാടിയിൽ 226 mm അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇത്രയും വലിയ അളവിൽ വെള്ളം മണ്ണിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് നിർമ്മാണ മേഖലയിലെ മണ്ണിടിച്ചിലിന് ആക്കം കൂട്ടിയത്. കള്ളാടിയിലെ മീനാക്ഷി പാലത്തിലേക്ക് വലിയ തോതിലാണ് മണ്ണും ചെളിയും ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇതേ തുടർന്ന് പാലത്തിന് ഗുരുതരമായ ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പാലം നിലവിൽ അതീവ അപകടാവസ്ഥയിലാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇത് ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ദുരന്താവഹമായ സാഹചര്യം കണക്കിലെടുത്ത മീനാക്ഷി പാലത്തിന് സമീപമുള്ളതും മലയോര ചെരുവുകളിൽ താമസിക്കുന്നതുമായ മുഴുവൻ കുടുംബങ്ങളെയും അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും മേപ്പാടിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംഘവും ദുരന്ത മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയും റോഡിലെ തടസ്സങ്ങളും മൺകൂനകളും രക്ഷാപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കുന്നുണ്ടെങ്കിലും മണ്ണുമാന്തി യന്ത്രവും സന്നദ്ധ പ്രവർത്തകരെയും ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ കൽപ്പറ്റ MLA-യും മന്ത്രിയുമായ ടി സിദ്ദീഖ് മുഖ്യമന്ത്രി VD സതീശനുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. ദുരന്തത്തിന്റെ വ്യാപ്തിയും നിലവിലെ സാഹചര്യങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി. റവന്യൂ, കൃഷി മന്ത്രിമാരോട് അടിയന്തരമായി വയനാട്ടിലെ ദുരന്ത സ്ഥലത്തേക്ക് എത്താനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സിദ്ദീഖുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയിട്ടുണ്ട്. വയനാട് തുരങ്കപാത പദ്ധതി പ്രഖ്യാപിച്ച കാലം മുതൽക്കേ കള്ളാടി മേൽപ്പാടി മേഖലയിൽ വലിയ രീതിയിലുള്ള പരിസ്ഥിതി ആശങ്കകൾ നിലനിന്നിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ഇത്തരം വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും പ്രാദേശിക കൂട്ടായ്മകളും നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാഡ്ഗിൽ, കസ്തൂരിരംഗം കമ്മിറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ച മേഖലയിലാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ മൺപാളികൾക്കിടയിലേക്ക് വെള്ളം ഇറങ്ങി അടിയിലെ പാറകളിൽ നിന്ന് മണ്ണ് വേർപ്പെടുന്നതാണ് ഇവിടെ പ്രതിഭാസമായി മാറിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ പുത്തുമലയിലും ചൂരൽമലയിലും ഉണ്ടായ വലിയ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ഈ മണ്ണിടിച്ചിൽ ഗൗരവമേറിയ ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. ജില്ലയിൽ മഴ ശമനമില്ലാതെ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ തടസ്സമാണ്. വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തകർക്കും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിനടിയിൽ പെട്ടുപോയെന്ന് കരുതുന്ന വാഹനങ്ങൾ കണ്ടെത്തി അതിനുള്ളിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം പുറത്തെടുക്കുക എന്നതാണ് പ്രഥമ പരിഗണന. ദുരന്ത മേഖലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കുകളും തകരാറിലായതും വിവരങ്ങൾ കൈമാറുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വയനാട് ജില്ലാ ഭരണകൂടം കൺട്രോൾ റൂമുകൾ തുറന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തഭൂമിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും.